നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റിൽ വഴി നമുക്ക് വ്യൂസും കൊണ്ടുവരാൻ പറ്റും, സബ്സ്ക്രൈബറും കൊണ്ടുവരാൻ പറ്റും, എല്ലാം കൊണ്ടുവരാൻ പറ്റും. നമുക്ക് വാച്ചിങ് ഹവേഴ്സും കൊണ്ടുവരാൻ പറ്റും. ഇതെങ്ങനെയാണ് പ്രോപ്പറായിട്ട് നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഞാൻ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ ദിവസങ്ങൾക്ക് മുമ്പ്. ഫസ്റ്റ് ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്ലേലിസ്റ്റ് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണ് ഞാൻ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തതെന്നും ഇതെങ്ങനെയാണ് ഞങ്ങൾക്ക് കൂടുതൽ വ്യൂസ് കൊണ്ടുവരാൻ പറ്റും. ഇതാണ് ഞാൻ ആദ്യം പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത പ്ലേലിസ്റ്റ്. ഈ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഞങ്ങൾക്ക് എൻ്റെ വീഡിയോസ്, ആദ്യം കാണുന്ന വീഡിയോസ് എൻ്റെ വീഡിയോസ് അല്ല. വീഡിയോസ് ഓൾറെഡി പ്ലേലിസ്റ്റ് എൻ്റെതാണെങ്കിൽ പോലും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്ലേലിസ്റ്റ്. ഇവിടെ വേറെ ആൾക്കാരുടെ വീഡിയോസിൽ വന്നിട്ടുണ്ട്. ഓക്കെ, വേറെ ആൾക്കാരുടെ വീഡിയോസ് ഉണ്ട്. എന്താണ് AYS യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് വന്നിട്ടുണ്ട്. അതിനുശേഷം ജോൺ എബ്രഹാമിൻ്റെ വീഡിയോസ് വന്നിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ വീഡിയോസ് ഉണ്ട് ഇതിൽ. അപ്പോൾ അതുപോലെ ഞാൻ ഓൾറെഡി കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. രണ്ടാൾക്കാരുടെ വീഡിയോസ് ഓൾറെഡി ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ വന്നിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ വീഡിയോസ് വന്നിട്ടുണ്ട്. ഈ വീഡിയോസ് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഡീറ്റെയിൽസ് ആയിട്ട് നോക്കിക്കോളൂ. 250 വ്യൂസ്. ഓക്കെ, 1.5K വ്യൂസ്. ഓക്കെ, ഏത് ചാനലിലും ഒറ്റൊരു വീഡിയോസ്. ഇത് എപ്പോഴോ ഇട്ട വീഡിയോസാണ്. 4 മാസം മുമ്പ് ഓൾറെഡി ഞാൻ ക്രിയേറ്റ് ചെയ്ത് പ്ലേലിസ്റ്റാണിത്. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് പ്ലേലിസ്റ്റ് ഓൾറെഡി എൻ്റെ ചാനലിലുള്ള പ്ലേലിസ്റ്റാണ്. ഇതിൽ വ്യൂസ് വന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. 46 വ്യൂസ് വന്നിട്ടുണ്ട്. ഓക്കെ, 18 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. 18 വീഡിയോസ് ഇട്ടിട്ട് 46 വ്യൂസ് വന്നിട്ടുണ്ട്. 46 വ്യൂസ് വരുമ്പോൾ ഓൾറെഡി നമ്മൾ 46 ആൾക്കാർ വീഡിയോസ് കണ്ടിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഒരു വീഡിയോസ് അല്ല, ടോട്ടലായിട്ടുള്ള. അപ്പോൾ ഇത്ര വീഡിയോസ് 46 ആൾക്കാർ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഇതിൽ എൻ്റെ വീഡിയോസ് കുറവാണ് കേട്ടോ. എൻ്റെ വീഡിയോസ് കുറവാണുള്ളത്. 1, 2, 3, 4 വീഡിയോസാണ് ഉള്ളത്. ഇതിൽ പല ആൾക്കാരുടെ വീഡിയോസ് ഉണ്ട് കേട്ടോ. പല ആൾക്കാരുടെ വീഡിയോസ് ഉണ്ട്. ജോൺ എബ്രഹാമിൻ്റെ വീഡിയോസ് 4-5 വീഡിയോസ് ഉണ്ട്. അതിനുശേഷം വേറെ ആൾക്കാരുടെ വീഡിയോസ് ഉണ്ട്. ഇത് ആരാന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് എടുക്കുന്ന സമയത്ത് കിട്ടിയ വീഡിയോസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ വീഡിയോസ് മാത്രമായിട്ട് പ്ലേലിസ്റ്റ് വേറെ ചെയ്യണം. അത് കൂടാതെ നമ്മുടെ വീഡിയോസും മറ്റുള്ളവരുടെ വീഡിയോസ് എല്ലാം മിക്സ് ചെയ്തിട്ട് നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വീഡിയോസിൻ്റെ കൂട്ടത്തിൽ നമ്മളെ വീഡിയോസ് മെല്ലെ കയറിപ്പോകും. ഓക്കെ, വാഴ നനയുമ്പോൾ ചീര നനയുമെന്ന് പറയുന്ന ഒരു ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഒരു ട്രിക്കി ആയിട്ട് എങ്ങനെയാണ് നമുക്ക് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അതുപോലെ ഒരു ട്രിക്കി ആയിട്ട് നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അതല്ലാതെ നമ്മളെ വീഡിയോസ് മാക്സിമം ആൾക്കാരിലേക്ക് എത്താൻ പറ്റുന്നില്ല, കൊണ്ടുവരാൻ പറ്റുന്നില്ല, കൂടുതൽ ആൾക്കാരിലേക്ക് വ്യൂസ് എത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ട്രിക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടും വ്യൂസ് കൊണ്ടുവരാൻ പറ്റും, സബ്സ്ക്രൈബർ കൊണ്ടുവരാൻ പറ്റും, വാച്ചിങ് ഹവേഴ്സ് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പല പ്ലേലിസ്റ്റും ഉണ്ട് കേട്ടോ. എൻ്റെ കുറേ പ്ലേലിസ്റ്റ് ഉണ്ട്. യൂമി വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. ഇതിൽ എൻ്റെ വീഡിയോസ് മാത്രമേ ഉള്ളൂ കേട്ടോ. എൻ്റെ വീഡിയോസ് മാത്രമേ ഉള്ളൂ. ഇതിൽ ഇടയ്ക്കിടയ്ക്ക് വേറെ ആൾക്കാരുടെ വീഡിയോസൊക്കെ ഉണ്ട്. ഞാൻ ഓൾറെഡി നമ്മളെ സബ്സ്ക്രൈബേഴ്സിൻ്റെ വീഡിയോസും ഉണ്ട് ഇതിൽ. പിന്നെ വ്യൂസ് ഓട്ടോമാറ്റിക്കലി വ്യൂസ് ഓൾറെഡി വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ എത്ര വ്യൂസ് വന്നിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. 360 വ്യൂസ് ഓൾറെഡി എൻ്റെ പ്ലേലിസ്റ്റ് വഴി എനിക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 360 വ്യൂസ് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനർത്ഥം എന്താണ്, നമുക്ക് കൂടുതൽ ആൾക്കാർ ഈ പ്ലേലിസ്റ്റ് വഴി നമുക്ക് വന്നിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത്, ഇതിപ്പം ലാസ്റ്റ് ഇട്ട വീഡിയോസാണ് കേട്ടോ. ലാസ്റ്റ് ഇട്ട വീഡിയോസാണ്. പ്ലേലിസ്റ്റ് വഴി ഞങ്ങൾക്ക് ഓൾറെഡി വ്യൂസ് വന്നിട്ടുണ്ട് ഇതിൽ. അതിനുശേഷം നിങ്ങൾക്ക് വേറെ പ്ലേലിസ്റ്റ് കുറേ കാണാൻ പറ്റും. ഇതൊക്കെ ഒരു പ്രൈവറ്റ് ആണ് കേട്ടോ. ഇത് ഓൾറെഡി പ്രൈവറ്റ് ആണ്, ഇത് നോക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം വാച്ചിങ് ടൈം എന്ന് പറഞ്ഞിട്ട് ഈ പ്ലേലിസ്റ്റ് ഉണ്ട്. ഇത് ഓൾറെഡി നമ്മളെ ഗ്രൂപ്പിൽ എല്ലാവരും വീഡിയോസ് കൊടുക്കുന്ന പ്ലേലിസ്റ്റാണ്. ഇതിൽ ഓൾമോസ്റ്റ് 104 വ്യൂസ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് എൻ്റെ വീഡിയോസ് മാത്രമല്ല, എല്ലാവരുടെ വീഡിയോസും ഉണ്ട് ഇതിൽ. ഓൾറെഡി കാണുന്നുണ്ട്, എല്ലാവരും കണ്ടിട്ട് നല്ല സക്സസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെ വീഡിയോസിനും ഇതിൽ വ്യൂസ് വന്നിട്ടുണ്ടാവും. അപ്പോൾ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ചാനലിൽ ഓൾറെഡി ലിങ്ക് ഷെയർ ചെയ്താൽ മതി കേട്ടോ. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ നെക്സ്റ്റ് പ്ലേലിസ്റ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വീഡിയോസ് ഞാൻ ഇതിൽ ആഡ് ചെയ്യും. അപ്പോൾ അതുപോലെ നമുക്ക് വ്യൂസ് കൊണ്ടുവരാൻ പറ്റും. ഞാനിത് പ്ലേലിസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ സിമ്പിളായിട്ട് കാണിച്ചു തരാം. അപ്പോൾ സിമ്പിളായിട്ട് കാണിച്ചു തരുന്ന സമയത്ത് നിങ്ങൾ ഈ ട്രിക്കും കൂടി യൂസ് ചെയ്യണം കേട്ടോ. നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന ട്രിക്കും കൂടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് പ്ലേലിസ്റ്റ് വഴി നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് പല പ്ലേലിസ്റ്റും ക്രിയേറ്റ് ചെയ്തോളൂ. 1, 2 ഒന്നല്ല. നിങ്ങൾക്ക് ഒരു 200-300 വീഡിയോസ് ഉണ്ടെങ്കിൽ 10 വീഡിയോസിൻ്റെ കുറേ പ്ലേലിസ്റ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അതുവഴി പ്ലേലിസ്റ്റിൽ വഴി നിങ്ങൾക്ക് വ്യൂസും സബ്സ്ക്രൈബറും എല്ലാം കിട്ടും. അപ്പോൾ നിങ്ങൾ പ്ലേലിസ്റ്റ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓരോ ദിവസവും ഓരോ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വിട്ടാൽ മതി. ഓക്കെ, ചാനലിൽ നമ്മളെ വീഡിയോസ് തന്നെ റിപ്പീറ്റ് ആയിട്ടാണ് ഇടേണ്ടത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ മറ്റുള്ളവരുടെ വീഡിയോസ്. അപ്പോൾ അതിന് വളരെ സിമ്പിളായിട്ട് നമുക്ക് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന്, ഇവിടെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ചാനലിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് പറഞ്ഞിട്ട് എവിടെ മനസ്സിലാവാത്ത വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക.
ലോഗോയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ചാനലിൽ പോകുക. ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വീഡിയോസ് കാണും, ഷോർട്സ് കാണും, ലൈവ് കാണും, പ്ലേലിസ്റ്റ് കാണും. ഓക്കെ, കുറേ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ടാവും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പ്ലേലിസ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. പ്ലേലിസ്റ്റ് കാണും, അതിന് ശേഷം പോസ്റ്റും കാണും. അപ്പോൾ പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറേ പ്ലേലിസ്റ്റ് ഓൾറെഡി വന്നിട്ടുണ്ടാവും. അതിനുശേഷം എന്ത് ചെയ്യേണ്ടത്, അതിനുശേഷം ജസ്റ്റ് ബാക്കപ്പ് പോവുക. ബാക്കപ്പ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ചാനലിൽ വന്നിട്ടുള്ള പ്ലേലിസ്റ്റും വീഡിയോസും ഹിസ്റ്ററി എല്ലാം വന്നിട്ടുണ്ടാവും. നിങ്ങൾ കണ്ട വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ടാവും. അതിനുശേഷം നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇവിടെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യരുത് കേട്ടോ. ഇങ്ങനെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് നമ്മളെ വീഡിയോസ് മാത്രമേ ഇടാൻ പറ്റത്തുള്ളൂ. അതിനെന്ത് ചെയ്യേണ്ടതെന്ന്, അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാക്കപ്പ് പോവുക, ചാനലിലെടുക്കുക. ഓക്കെ, നമ്മൾ ചാനലിലെടുക്കുക. ചാനലെടുത്തതിന് ശേഷം ഇവിടെ സെർച്ച് ചെയ്യുക. നമ്മൾ എന്താണ് കാറ്റഗറി അത് സെർച്ച് ചെയ്യുക കേട്ടോ. നമ്മൾ എന്ത് കാറ്റഗറിയിലാണ് വീഡിയോ ഇടുന്നുള്ളത്, എന്ത് കാറ്റഗറിയാണ് നമ്മളെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളെ വീഡിയോസ് ചിലപ്പോൾ എൻ്റെ ടോപ്പിക് ആയിരിക്കില്ല. ഞാൻ യൂട്യൂബ് ടിപ്സ് മലയാളമാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ചിലപ്പോൾ കുക്കിംഗ് ആയിരിക്കും, ചിലപ്പോൾ വ്ളോഗായിരിക്കും, ചിലപ്പോൾ എഡ്യൂക്കേഷൻ ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആർട്ട് വർക്ക് ആയിരിക്കും. ഇങ്ങനത്തെ പല പല കാര്യങ്ങളായിരിക്കും നിങ്ങൾ ചെയ്യുന്നുള്ളത്. അപ്പം ഞാൻ ചെയ്യുന്ന യൂട്യൂബ് ടിപ്സ് ചാനലായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ആർട്ട് വർക്ക് ആണെങ്കിൽ ബോട്ടൽ ആർട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ കുറേ ബോട്ടിൽ ആർട്ട് വന്നിട്ടുണ്ടാവും. നിങ്ങൾ അങ്ങനത്തെ ഒരു ചാനലാണെന്നുണ്ടെങ്കിൽ കുറേ ബോട്ടിൽ ആർട്ട് വന്നിട്ടുണ്ടാവും. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ മ്യൂസിക് മാത്രം ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഓൾറെഡി അതൊന്നും കാണിച്ചു തരുന്നില്ല. അത് നിങ്ങൾക്ക് നിങ്ങളുടെ കാറ്റഗറിക്ക് അനുസരിച്ചിട്ട് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. ഇനി വ്ളോഗ് ആണെങ്കിൽ വ്ളോഗ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. വ്ളോഗ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും. ഞാൻ ഓൾറെഡി യൂട്യൂബ് ടിപ്സ് മലയാളം ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ യൂട്യൂബ് ടിപ്സ് മലയാളം ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനത്തെ കുറേ ആൾക്കാർ വീഡിയോ ഇട്ടത് ഓൾറെഡി വരുന്നുണ്ട്. 1 day ago വീഡിയോ ഇട്ടത് വരുന്നുണ്ട്. പിന്നെ വേറെ കുറേ ചാനൽ യൂട്യൂബ് ടിപ്സ് ചാനലൊക്കെ വരുന്നുണ്ട്. കൂടുതൽ വ്യൂസ് വന്ന ചാനലുകളൊക്കെ ഇവിടെ ഓൾറെഡി കാണിക്കുന്നുണ്ട്. നല്ല അടിപൊളി കാറ്റഗറിയിൽ പോയ വീഡിയോസ്. അപ്പോൾ അതിനെന്ത് ചെയ്യുക, നല്ലൊരു വീഡിയോസ് എടുക്കാം. യൂട്യൂബിൽ സെർച്ചിൽ ലിസ്റ്റിൽ വരുന്ന വീഡിയോസ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. നമ്മളെന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് പൗസ് അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു സേവ് എന്നുള്ളൊരു ബട്ടൺ കാണിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ സേവ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വേറൊരു ഓപ്ഷനും ഓപ്പണായി കിട്ടും. ഓക്കെ, സേവ് എന്നുള്ള ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. ഇവിടെ താഴത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും സബ്സ്ക്രൈബർ, ലൈക്ക്, ഷെയർ, ഡൗൺലോഡ്, ക്ലിപ്സ്, റീമിക്സ്, സൂപ്പർ ചാറ്റ് എല്ലാ ഓപ്ഷനും ഓൾറെഡി നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സേവ് എന്നുള്ള ഓപ്ഷന് ഇവിടെ ഓപ്പണായി കിട്ടും. ഓക്കെ, സേവ് എന്നൊരു ഓപ്ഷൻ, അത് എല്ലാ വീഡിയോസിൻ്റെ താഴത്തും സേവ് എന്നൊരു ഓപ്ഷന് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിനെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് സേവ് എന്നൊരു ഓപ്ഷനിൽ ഇത് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക, ഇത് ഒന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ ഓൾറെഡി ഇത് സേവ് ചെയ്ത് വെച്ചുകൊണ്ടാണ് ഇവിടെ ഞാൻ സേവ് എന്ന് കാണിക്കുന്നുള്ളത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാനിപ്പോൾ സേവ് എന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സേവായി. ഏതൊരു വീഡിയോസ് എവിടെയോ ഒന്ന് സേവായി. അതിന് ജസ്റ്റ് ഒന്നും കൂടി ടച്ച് ചെയ്ത് കൊടുക്കുക. ഒന്നും കൂടി ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ന്യൂ പ്ലേ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ പറ്റും. ഓക്കെ, ന്യൂ പ്ലേ ലിസ്റ്റ് ഏറ്റവും താഴത്ത് ന്യൂ പ്ലേ ലിസ്റ്റ് എന്ന് കാണുന്നുണ്ടാവും. ഈ ന്യൂ പ്ലേ ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ പ്ലേ ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ടൈറ്റിൽ കൊടുക്കുക. ഇപ്പം നിങ്ങൾ എന്താണോ ടൈറ്റിൽ, ഞാൻ എന്ത് ചെയ്യുന്നത് വൈറ്റ് ടിപ്സ് എന്ന് ഓൾറെഡി VT ടിപ്സ് എന്ന് ഓൾറെഡി ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങളുടെ അനുസരിച്ചിട്ടുള്ള ബോട്ടിൽ ആർട്ടാ അല്ലാന്നുണ്ടെങ്കിൽ കുക്കിംഗ് വീഡിയോസിൻ്റെ വേറെ എന്തെങ്കിലും നല്ല അടിപൊളി ടോപ്പ് സെർച്ചിൽ വരുന്ന ചാനലിൻ്റെ പേരാ എന്തെങ്കിലും സെർച്ച് ചെയ്ത് എന്തെങ്കിലും ടൈറ്റിൽ കൊടുക്കുക. എന്തെങ്കിലും ഒരു ടൈറ്റിൽ കൊടുത്തതിന് ശേഷം ഇവിടെ പ്രൈവറ്റ് എന്നുള്ളത് പബ്ലിക് ആക്കി വെക്കാം കേട്ടോ. ഇത് കൂടുതൽ ആൾക്കാർക്ക് മിസ്റ്റേക്ക് ആകുന്ന കാര്യമാണ്. നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്താലും പ്രൈവറ്റ് ആക്കി വെക്കും കുറേ ആൾക്കാർ. അപ്പോൾ പ്രൈവറ്റ് ആക്കി വെക്കരുത്, പബ്ലിക് ആക്കി വെക്കണം. അൺലിസ്റ്റഡ് ആക്കിയിട്ട് വെക്കരുത്, പബ്ലിക് ആക്കിയിട്ട് തന്നെ വെക്കണം. അപ്പോൾ പബ്ലിക് ആക്കിയിട്ട് വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഇതാക്കാം. അതിനുശേഷം കൊളാബ് എന്നൊരു ഓപ്ഷൻ ഓപ്പൺ ആക്കാൻ പറ്റും. വേണമെന്നുണ്ടെങ്കിൽ അതിൽ കൊളാബ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ആ വീഡിയോസ് നമുക്ക് ഇടാൻ പറ്റും. നമുക്ക് വീഡിയോസ് എല്ലാവർക്കും നമ്മളെ പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും വീഡിയോസ്. വേണമെന്നുണ്ടെങ്കിൽ അത് ഓണാക്കി വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഓഫാക്കി വെക്കാം. ഓഫാക്കി വെച്ചതിന് ശേഷം ക്രിയേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അത് ഓൾറെഡി അവിടെ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്.
അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, രണ്ടാമത് ഇവിടെ അതേപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ, യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ഒരു ക്രിയേറ്റർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വിഷയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ലാസ്റ്റിൽ നമ്മൾ എടുത്ത ഇതിലാണ് ഓൾറെഡി സേവ് ആയിട്ട് വന്നിട്ടുള്ളത്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം, ജസ്റ്റ് സേവ് ആയി. ഓക്കെ, ഓട്ടോമാറ്റിക്കലി 2 വീഡിയോസ് നമ്മൾ പ്ലേലിസ്റ്റ് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ 2 വീഡിയോസും നമ്മളെ വീഡിയോസ് അല്ല, വേറെ ആൾക്കാരുടെ വീഡിയോസാണ്. വേറെ ഇപ്പോൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ യൂട്യൂബ് ടിപ്സ് ചാനലിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് വന്ന ചാനലുകളാണ് ഞാൻ ഓൾറെഡി സെർച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ വേറൊരു വീഡിയോസ് ഇടുന്നുണ്ട്, ഈ വീഡിയോസും കൂടി ഇടുന്നുണ്ട്. ഈ വീഡിയോസും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കാണിക്കുന്നത് നോക്കാം. സേവിൽ ക്ലിക്ക് ചെയ്യുക, ഓൾറെഡി അത് സേവ് ആയി, ഓട്ടോമാറ്റിക്കലി സേവ് ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ വേറൊരു പ്ലേലിസ്റ്റിലും കൂടി ആ വീഡിയോസ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് സേവ് ചെയ്ത് വെക്കുന്നത് എന്തിനായിട്ട്, നമുക്ക് കാണാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് അവരെ വീഡിയോസ് ക്ലിക്ക് ചെയ്തിട്ട് കാണുന്ന ആൾക്കാർ നമ്മളെ വീഡിയോസിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അത് കൂടാതെ നമ്മളെ വീഡിയോസ് ക്ലിക്ക് ചെയ്ത് കണ്ടാലും നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ പ്ലേലിസ്റ്റും കൂടി അവർക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യുക, അതിന് ശേഷം സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, സേവ് ആയി. അതിന് ശേഷം ഇവിടെ പണിയില്ല കേട്ടോ. ഇവിടെ നമുക്ക് ഇനി നമ്മുടെ വീഡിയോസ് ആഡ് ചെയ്യണം. നമ്മളെ വീഡിയോസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോകേണ്ടത് നമ്മളെ കണ്ടൻറ്റിലേക്ക് പോവാം. ഓക്കെ, നമ്മളിപ്പോൾ ഒരു വൈറ്റ് സ്റ്റുഡിയോയിൽ പോവാം. വൈറ്റ് സ്റ്റുഡിയോയിൽ പോയിട്ട് നമ്മളെ വീഡിയോസ് എടുക്കുക. നമ്മളെ വീഡിയോസ് കണ്ടൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടൻറ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഏത് വീഡിയോസാണ് നമ്മൾ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്യേണ്ടത് ആ വീഡിയോസ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് പെൻസിലിൻ്റെ ഐക്കണിൽ പോവുക. പെൻസിലിൻ്റെ ഐക്കണിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഷോ മോറിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ആഡ് പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും ഇവിടെ. ഓക്കെ, ആഡ് പ്ലേലിസ്റ്റ്. ഓക്കെ, ആഡ് പ്ലേലിസ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ എല്ലാ പ്ലേലിസ്റ്റും വന്നിട്ടുണ്ടാവും. ഓക്കെ, നമ്മൾ ഏതൊക്കെ പ്ലേലിസ്റ്റാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തത്, ഏതൊക്കെ പ്ലേലിസ്റ്റിലാണ് നമ്മളെ വീഡിയോസ് ഇടേണ്ടത്, ജസ്റ്റ് ഒന്ന് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത പ്ലേലിസ്റ്റിലേക്ക് ടച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വേറെ ഏതെങ്കിലും പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പ്ലേലിസ്റ്റിലൊക്കെ നമ്മളെ വീഡിയോസ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഏതൊക്കെ പ്ലേലിസ്റ്റിലാണ് ആഡ് ചെയ്യേണ്ടത് ആ പ്ലേലിസ്റ്റ് ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. ടിക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇതിലാവശ്യമില്ല, ഇതൊക്കെ ഓക്കെ. ചാനൽ ഗ്രോത്ത് ഇതിലാവശ്യമില്ല. അപ്പോൾ നമുക്ക് ഏത് പ്ലേലിസ്റ്റിലാണ് ആഡ് ചെയ്യേണ്ടത് ആ പ്ലേലിസ്റ്റിൽ ഇത് ഓൾറെഡി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതൊക്കെ പബ്ലിക്കാണ് കേട്ടോ, ഇതൊക്കെ പബ്ലിക്കാണ്. ഇത് പബ്ലിക്കാണ്, ഇത് പബ്ലിക്കാണ്, ഇത് പബ്ലിക്കാണ്. ഇത് 2 പ്രൈവറ്റ് ആണ് കേട്ടോ. അപ്പോൾ പ്രൈവറ്റ് ആക്കി വെക്കരുത്, നമ്മൾ പബ്ലിക് ആക്കിയിട്ട് തന്നെ വെക്കണം കേട്ടോ. പബ്ലിക് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് കാര്യമുള്ളൂ. അപ്പോൾ നമുക്ക് പ്രൈവറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യവുമില്ല. അപ്പോൾ അതിന് നേരെ ഇതാക്കാം, ബാക്കപ്പ് പോവാം. ബാക്കപ്പ് പോയിട്ട് ഡണ്ണ് കൊടുക്കാം. ഓക്കെ, ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോസ് നമ്മൾ ഇവിടെ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോസ് അതിൽ ആഡ് ചെയ്ത് കാണിച്ചത് ഞാൻ ഓൾറെഡി കാണിച്ചു തരാം കേട്ടോ. അതിന് വഴിയെ കാണിച്ചു തരാം. അതിനുശേഷം എന്താ ചെയ്യുക, നെക്സ്റ്റ് വീഡിയോ എടുക്കുക. ഇപ്പോൾ ഓൾറെഡി ഒരു വീഡിയോ ആഡ് ചെയ്ത് രണ്ടാമത്തെ വീഡിയോ എടുക്കുക. രണ്ടാമത്തെ വീഡിയോ എടുത്തിട്ട് പെൻസിലിൻ്റെ ഐക്കണിൽ പോവുക. പെൻസിലിൻ്റെ ഐക്കണിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഷോ മോറിൽ പോവുക. ഇവിടെ ആഡ് പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് വേറെ പ്ലേലിസ്റ്റിലേക്കാണ് ആഡ് ചെയ്യേണ്ടത്. ഒന്നും കൂടി ക്ലിക്ക് ചെയ്യാം. ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആഡ് ചെയ്ത പ്ലേലിസ്റ്റും കാണിക്കുന്നുണ്ടാവും. അതല്ല നമ്മൾ പ്ലേലിസ്റ്റ് ആഡ് ചെയ്യാനുള്ള പ്ലേലിസ്റ്റും ഇവിടെ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ ഞങ്ങൾക്ക് ഇതിലേക്ക് ഒന്നും കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഒന്ന് വൈറ്റി ടിപ്സ് എന്ന് പറഞ്ഞിട്ട്, ഓക്കെ, വൈറ്റി ടിപ്സ് എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത അത് ഓൾറെഡി നിങ്ങളുടെ ടൈറ്റിൽ ഓർത്ത് വെക്കണം കേട്ടോ. ടൈറ്റിൽ ഓർത്ത് വെച്ചാലേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇടാൻ പറ്റുള്ളൂ. ഡണ്ണ് കൊടുക്കുക, സേവ് കൊടുക്കുക, 2 ഓപ്ഷനേ ഉള്ളൂ കേട്ടോ. ടോപ്പിൽ സേവ് കൊടുക്കുക. സേവ് കൊടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോയും കൂടി അതിൽ സേവായി. അതിനുശേഷം എന്ത് ചെയ്യുക, അതിനുശേഷം നമുക്ക് ഏത് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിലും ആ പ്ലേലിസ്റ്റിലോ അല്ല വേറെ പ്ലേലിസ്റ്റിലോ ഏതെങ്കിലും ഒരു പ്ലേലിസ്റ്റിൽ നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെയിം അതേ ഇത് തുടരാം. ഓക്കെ, നമുക്ക് ഏതൊക്കെയാണ് പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്യേണ്ടത് ആ വീഡിയോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒരു സെക്കൻഡിൻ്റെ പണിയേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ബാക്കപ്പ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആ പ്ലേലിസ്റ്റിൽ എത്ര വീഡിയോസ് വന്നിട്ടുണ്ടെന്ന്. ഓക്കെ, ഇവിടെ ചാനലിൽ പോവുക, ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക. ലോഗോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പ്ലേലിസ്റ്റ് കാണാൻ പറ്റും. ഈ പ്ലേലിസ്റ്റിൽ ലാസ്റ്റ് നമ്മൾ എഡിറ്റ് ചെയ്ത പ്ലേലിസ്റ്റ് ഓൾറെഡി ഇവിടെ കാണാൻ പറ്റും. 6 വീഡിയോസ് ആയിട്ടുണ്ട് കേട്ടോ. 6 വീഡിയോസ് വന്നിട്ടുണ്ട്. 6 വീഡിയോസ് വന്നിട്ടുണ്ട്. നോ വ്യൂസ് കാണിക്കുന്നില്ല. നിങ്ങൾ ഒരു 10 ദിവസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വ്യൂസ് വന്നിട്ടുണ്ടോ ഇല്ലയെന്ന് അതിലറിയാൻ പറ്റും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അതിൻ്റെ താഴത്ത് പോവുക. താഴത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ കാണാൻ പറ്റും ഫസ്റ്റ് വീഡിയോസ് എൻ്റെതല്ല ഉള്ളത്, വേറെ ആളെ വീഡിയോസാണുള്ളത്. അതിനുശേഷം ഇവിടെ ഇതിലും വേറെ വീഡിയോസാണുള്ളത്, വേറെ വീഡിയോസാണുള്ളത്. അതിനുശേഷം നിങ്ങൾക്ക് കുറച്ച് താഴത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എൻ്റെ 2 വീഡിയോസ് 3 വീഡിയോസ് ഞാൻ ഓൾറെഡി ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ
ഒരു 2-3 വീഡിയോസ് വേറെ ആൾക്കാരുടെ ആഡ് ചെയ്ത് കൊടുക്കുക, ഒരു 5-6 വീഡിയോസ് നമ്മളും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ കുറേ പ്ലേ ലിസ്റ്റ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. 2, 3, 4, 5, 6, 7, 8 പ്ലേ ലിസ്റ്റ് നമുക്ക് എത്ര വേണമെങ്കിൽ അൺലിമിറ്റഡ് പ്ലേ ലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. അങ്ങും തിരിച്ചും മറിച്ചും വീഡിയോസ് ഇട്ട് കൊടുക്കുക കേട്ടോ. ആദ്യം ഇട്ട വീഡിയോസ് തന്നെ പിന്നെയും വേറെ പ്ലേ ലിസ്റ്റിൽ ഇട്ട് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ടുള്ള പ്ലേ ലിസ്റ്റ് വേറെ സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഇനി വേറൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു വേറെ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ പെട്ട വീഡിയോസാണ് ഇടുന്നുള്ളത് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അഥവാ നമ്മളെ വീഡിയോസ് പ്ലേ ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ നമ്മൾ സെപ്പറേറ്റഡ് പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എപ്പിസോഡായിട്ട് ചെയ്യുന്ന വീഡിയോസ് ആണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം പ്ലേ ലിസ്റ്റിൽ 1ാമത്തെ എപ്പിസോഡ് ഇടാം, 2ാമത്തെ എപ്പിസോഡ് ഇടാം, 3ാമത്തെ എപ്പിസോഡ് ഇടാം. അത് ഏകദേശം എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് എടുത്തു കൊടുക്കുന്ന ആൾക്കാർക്കുള്ള ഭയങ്കര ബെറ്ററാണ്. ക്ലാസ് എടുത്തു കൊടുക്കുന്ന ആൾക്കാരെന്ന് വെച്ചാൽ ആദ്യം ഒരു ക്ലാസ് എടുത്തു കൊടുക്കുന്ന വേറെ എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടായിരിക്കും. സെക്കൻഡ് പാർട്ട് ഉണ്ടാവും, അതിൻ്റെ തന്നെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവും, തേർഡ് പാർട്ട് ഉണ്ടാവും, ഫോർത്ത് ഉണ്ടാവും. അപ്പോൾ ഒറ്റൊരു ക്ലാസ്സിന് പറ്റിയ സ്റ്റുഡൻറ്റുമാർക്കെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ വീഡിയോസ് ആണെങ്കിൽ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേ ലിസ്റ്റിൽ നമുക്ക് ഓരോ പാർട്ടായിട്ട് നമുക്ക് ഇടാൻ പറ്റും. ഓക്കെ, പ്ലേ ലിസ്റ്റിൽ അങ്ങനെയാണ്. ഫസ്റ്റ് 1ാമത്തെ പാർട്ട് ഇടാം, 2ാമത്തെ പാർട്ട് ഇടാം, 3ാമത്തെ പാർട്ട് ഇടാം. അതേപോലെ ഓരോ പാർട്ടായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു എഡ്യൂക്കേഷൻ ചാനലാണ് എന്നുണ്ടെങ്കിൽ, കുട്ടികളെ പഠിപ്പിക്കുന്ന അങ്ങനത്തെ എന്തെങ്കിലും ചാനലാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആദ്യത്തെ ഒരു വീഡിയോൻ്റെ ലിങ്ക് മാത്രം, ആ പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്ക് മാത്രം അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് ഓരോ വീഡിയോസും പ്ലേ ലിസ്റ്റ് വഴി ഫസ്റ്റത്തെ ഇത്, 2ാമത്തത്, 3ാമത്തത് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് അവർക്ക് കാണാൻ പറ്റും. അപ്പോൾ അവർക്ക് കണ്ടു കഴിഞ്ഞാൽ അവർ ഒരു വീഡിയോസ് കണ്ടാൽ 2ാമത്തെ വീഡിയോസ് കണ്ടാൽ മാത്രമേ അവർക്ക് ഗുണമുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങളെ വീഡിയോസ് വാച്ചിങ് ടൈം ഇങ്ങനെ കൂടിക്കൊണ്ട് പോകും. അപ്പോൾ അതുപോലെയാണ് പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുക. ഇപ്പം തന്നെ നിങ്ങൾ ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ. നിങ്ങൾക്ക് ഒരു 10 ദിവസം കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് 100% റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ വീഡിയോസ് കൂടുതൽ കാണണമെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫുള്ള് വീഡിയോസ് കാണാൻ പറ്റും. ആ ഫുള്ള് വീഡിയോസിൽ നിങ്ങൾക്ക് പല കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ആ എന്തെങ്കിലും പഠിക്കാൻ അറിയാനുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പ്ലേ ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതാ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കിട്ടും.